എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസിനെ കുറിച്ചാണ് നമുക്കിവിടെ പ്രിലിംസ് പെർസ്പെക്ടീവിൽ നോക്കാനുള്ളത്. ആക്ടിവിസ്റ്റ് അലി അബു അവാദ് ആൻഡ് പിയാനിസ്റ്റ് ഡാനിയൽ ബാരൻബോയിം വിൻ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്. ഇതൊരു പ്രിലിംസിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കാൻ ആവശ്യമുള്ള ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അപ്പം ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ ഒരു പീസ് എഫേർട്സിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടു പേർക്കും ഈ ഒരു ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അപ്പം ഇന്ദിരാഗാന്ധി പീസ് പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാർമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ മെമ്മറി ഓഫ് ഇന്ദിരാഗാന്ധി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 1986 അത് വരുന്നത്. 25 ലക്ഷത്തിന്റെ മോണിറ്ററി അവാർഡാണ്. അതോടൊപ്പം തന്നെ ഒരു സൈറ്റേഷനും ഉണ്ടായിരിക്കും. ഈ അവാർഡ് കൊടുക്കുന്നത് ഈ ഇന്റർനാഷണൽ പീസ് ആൻഡ് ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിനുമാണ്. അതിന്റെ പാസ്റ്റ് റെസിപ്പിയൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം 2021 നോക്കുകയാണെങ്കിൽ പ്രഥമ NGO ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഡേവിഡ് ആറ്റൻബറോ, ആഞ്ചല മെർക്കൽ, ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പൊ അതുപോലെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓർഗനൈസേഷൻസിനും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനും ആയിട്ട് ഈ ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് അർജന്റ് നീഡ് ടു കൺട്രോൾ യൂസ് ഓഫ് ഇ സിഗരറ്റ് സേസ് WHO. അപ്പൊ ഇ സിഗരറ്റ്സിന്റെ ഉപയോഗം കൺട്രോൾ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ടുബാക്കോ യൂസ് കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ടുബാക്കോ യൂസിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ സിഗരറ്റ്സ് പലപ്പോഴും പറയുന്നത്. പക്ഷെ ഈ സിഗരറ്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഇവിടെ WHO പറയുന്നത്. അപ്പം ഈ സിഗരറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നോർമൽ സിഗരറ്റ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഈ സിഗരറ്റ്സ് എന്ന് പറയുന്നത്. ഈ സിഗരറ്റ്സിന്റെ ഉള്ളിൽ നിക്കോട്ടിൻ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നോർമൽ സിഗരറ്റ്സ് എന്ന് പറയുന്നത് ടുബാക്കോ ആണെങ്കിൽ, ടുബാക്കോയ്ക്ക് പകരമുള്ള ഈ ഒരു ടുബാക്കോയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ ഇതിൽ പ്രസന്റ് ആണ്. ടുബാക്കോ ഡയറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിലും നിക്കോട്ടിൻ ഈ ഒരു ഇ സിഗരറ്റ്സിൽ പ്രസന്റ് ആണ്. ഇപ്പൊ ഇതിലൊരു ആറ്റമൈസർ ഉണ്ടായിരിക്കും. ഈ ആറ്റമൈസർ ഹീറ്റപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു നിക്കോട്ടിൻ സൊല്യൂഷനിൽ നിന്നും വേപ്പർ റിലീസ് ചെയ്യുന്നത്. അതിനെയാണ് ഇൻഹേൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇ സിഗരറ്റിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. E-cigarette as consumer products are not shown to be effective for quitting tobacco use. അപ്പൊ ടുബാക്കോ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിഗരറ്റ്സ് പറയുന്നത്. പക്ഷെ അത് എഫക്റ്റീവ് ആയിട്ട് ഇതുവരെ പഠനങ്ങളൊന്നും തന്നെ തെളിയിച്ചിട്ടില്ല. മാത്രമല്ല, അഡ്വേഴ്സ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഹെൽത്ത് ഇഫക്ട്സ് ആണ് ഈ സിഗരറ്റ്സ് ഉപയോഗിക്കുന്നതിലൂടെ വരുന്നത് എന്നാണ് WHO പറയുന്നത്. മാത്രമല്ല, ഇത് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നോൺ സ്മോക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചും പറയുന്നുണ്ട്. കാരണം ഇത് ഇൻഹേൽ ചെയ്തിട്ട് എക്സ്ഹേൽ ചെയ്യുമ്പോൾ ആ പുറത്തേക്ക് വിടുന്ന എന്താണോ അവർ പുറത്തേക്ക് വിടുന്നത്, അവർക്ക് ചുറ്റുമുള്ള നോൺ സ്മോക്കേഴ്സിനും ചിൽഡ്രനും അവരുടെ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 34ഓളം രാജ്യങ്ങളിൽ ഈ സിഗരറ്റ്സിന്റെ സെയിൽ എന്ന് പറയുന്നത് ബാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ സിഗരറ്റ്സിന്റെ പൊസഷനും അതുപോലെ തന്നെ സെയിലും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രൊഹിബിഷൻ ഓഫ് ഇലക്ട്രോണിക് സിഗരറ്റ് ആക്ട് 2019 അനുസരിച്ചാണ്. അപ്പം പ്രധാനമായിട്ടും ഈ 16 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇടയിൽ ഈ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ ഈ ഒരു ഇ സിഗരറ്റിന്റെ ഉപയോഗം വളരെയധികം കൂടിയതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലോങ് ടേം ഹെൽത്ത് ഇഫക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇത് അധികം നാളായിട്ടില്ല വന്നിട്ട്. മാത്രമല്ല, ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ചില ടോക്സിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ക്യാൻസർ കോസിങ് സബ്സ്റ്റൻസസ് ഉണ്ട്. മറ്റു ചിലതെന്ന് പറയുന്നത് ഈ ഹാർട്ട് ആൻഡ് ലങ് ഡിസോർഡേഴ്സ് പ്രോപ്പർ ഫങ്ഷനിങ്ങിനെ തടസ്സം നിൽക്കുന്ന ഇതായിട്ടുള്ള സബ്സ്റ്റൻസസും ഇതിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫീറ്റൽ എക്സ്പോഷർ ടു ഇ സിഗരറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെയൊക്കെ അഫക്ട് ചെയ്യുന്നതായിട്ടും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇനി ഇ സിഗരറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ടുബാക്കോ ഇല്ല. എന്താണ് പകരം അതിലൊരു നിക്കോട്ടിന്റെ സൊല്യൂഷൻ ആണുള്ളത്. അതുപോലെ അതിന് സിമിലർ ആയിട്ടുള്ള ഫ്ലേവറിങ്സും മറ്റ് കെമിക്കൽസും ആണ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഈ നിക്കോട്ടിൻ സൊല്യൂഷൻ അതൊരു മിസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോരോ ഇൻഡിവിജ്വൽ ഇ സിഗരറ്റ്സിലും ഉള്ള നിക്കോട്ടിന്റെ അളവ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഈസ് ഇന്ത്യ ഡൂയിങ് ഇനഫ് ടു ടാക്കിൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. അപ്പം റീസെന്റ് COP28 ഈ വർഷം നടക്കുന്നത് COP28 ആണ്. അപ്പൊ ഇതിൽ വെച്ചിട്ട് 198 സിഗ്നേറ്ററീസും COP28 വെച്ചിട്ട് ഈ ഫോസിൽ ഫ്യൂവൽസിൽ നിന്നുള്ള ട്രാൻസിഷൻ എവേക്ക് പകരം
അല്ലെ പോള്, അതായത് മുൻപ് എന്ന് പറയുന്നത് പോളിൽ നിന്നും മാത്രം ട്രാൻസിഷനിങ് അവേ, അതായത് അതിന്റെ ഉപയോഗം മാറ്റി നിർത്തുക അല്ലെങ്കിൽ അതിൽ നിന്നും അകലുക അല്ലെങ്കിൽ ട്രാൻസിറ്റിങ് അവേ എന്നതിൽ നിന്ന് മാറിയിട്ട് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്ന കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ടേം ഈ COP28 വെച്ചിട്ട് 198 സിഗ്നേറ്ററീസും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള എല്ലാ ഈ എൻവയോൺമെന്റൽ കൺവെൻഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് 1972 നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്, UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്, അതായത് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ. ഓക്കെ, സ്വീഡനിൽ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ട് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ സംഭവിക്കുകയാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് എൻവയോൺമെന്റ് കൺസർവേഷൻ, പൊല്യൂഷൻ പോളിസീസ്, വൈൽഡ് ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് തീരുമാനം എടുത്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ വരുന്നത്. അതിനുശേഷം 20 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനപ്പെട്ടത് നമുക്ക് 1992 UNCED അഥവാ എർത്ത് സമ്മിറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, അതിന് നമ്മൾ റിയോ സമ്മിറ്റ് എന്നും പറയും. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടായിരുന്നു അത് നടന്നത്. ഇപ്പൊ റിയോ സമ്മിറ്റ്, അവിടെ വെച്ചിട്ട് പ്രധാനമായിട്ടും 3 ഔട്ട്കംസ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് UNFCCC, UNCDD, ദെൻ UNCCD. UNFCCC എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം അതിൽ വെച്ചിട്ടാണ് 198 പാർട്ടീസ് ആണ് അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് തുടർന്ന് ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ് ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണ് ഈ UNFCCC എന്ന് പറയുന്നത്. ലീഗലി ബൈൻഡിങ് അല്ലാത്ത ഒരു കൺവെൻഷൻ ആണ് ഈ UNFCCC. അതിനുശേഷം വന്നത് UNCBD, CCD ആണ്. CBD എന്ന് പറയുന്നത് കൺവെൻഷൻ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണെങ്കിൽ UNCCD എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഫോർ കോംബാറ്റിംഗ് ഡെസർട്ടിഫിക്കേഷൻ ആണ്. then അതിനുശേഷം നമുക്കിവിടെ 1995 ഇതിനെ തുടർച്ചയായിട്ട് പിന്നീട് വരുന്ന കോൺഫറൻസുകളെയാണ് നമ്മൾ COP എന്ന് വിളിക്കുന്നത്, അഥവാ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പം റീസെന്റ് നമുക്ക് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് COP28 ആണ്. അതിനു മുൻപ് 27ഓളം കോൺഫറൻസ് ഓഫ് പാർട്ടീസ് വിവിധ വർഷങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് 1997 വന്നിട്ടുള്ള COP3 വെച്ചിട്ട് വന്ന ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ ആണ് ഡെവലപ്ഡ് കൺട്രീസിന്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കണം എന്നുള്ളത് ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് ഡെവലപ്ഡ് കൺട്രീസിന് മുകളിൽ ചില ഫ്രെയിംവർക്ക് വെച്ചിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കിവിടെ 2001 മാരക്കേഷ് അക്കോർഡ്സ് റൂൾസ് ഉണ്ടായിട്ടുണ്ട്. 2012 CMP8 Doha extended the Kyoto Protocol till 2020 and set legally binding targets. അപ്പം അങ്ങനെ നമുക്ക് റീസെന്റ് നടന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 2016 മുതൽ നോക്കിക്കഴിഞ്ഞാൽ 16 മാരക്കേഷ്, മൊറോക്കോയിലെ മാരക്കേഷിൽ വെച്ചിട്ടും 17 ബോൺ ജർമ്മനി, 2018 പോളണ്ടിലെ കാറ്റോവിസ്, ദെൻ 2019 സ്പെയിൻ മാഡ്രിഡ്, 2021 ഗ്ലാസ്ഗോ, ദെൻ 2022 ഈജിപ്തിലെ എൽ ഷെയ്ഖ്, ഓക്കെ, ഷറം എൽ ഷെയ്ഖ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്തവണ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് പറയുന്നത്. കാരണം ഇത് ഓപ്പറേഷണലൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഈ COP28 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിസൾട്ട് വളരെയധികം അഫക്ട് ചെയ്യപ്പെടുന്നത് കൂടുതലും ഈ ഡെവലപ്പിംഗ് കൺട്രീസിനും അതുപോലെ തന്നെ സ്മോൾ ഐലൻഡ് നേഷൻസിനുമാണ്. അപ്പൊ അവർക്ക് വേണ്ടത്ര ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് COP27 വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അഗ്രി ചെയ്തത്. അത് ഓപ്പറേഷണലൈസ് ചെയ്യാനായിട്ട് അഗ്രി ചെയ്യുന്നത് 2023 COP28 വെച്ചിട്ടാണ്. Okay, so the loss and damage fund has been operationalized, which was a hard-won victory. അപ്പൊ ഈ ഫണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ COP28 വെച്ചിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. എന്താണ് അതിന്റെ എയിം എന്ന് പറയുന്നത്? കോമ്പൻസേറ്റിംഗ് കൺട്രീസ് ഗ്രാപ്ലിംഗ് വിത്ത് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്. അപ്പൊ അതിന്റെ ഒരു ഇന്ററിം ഹോസ്റ്റ് എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ആയിരിക്കും. 4 വർഷത്തേക്ക് വേൾഡ് ബാങ്ക് ആയിരിക്കും അതിന്റെ ഇന്ററിം ഹോസ്റ്റ് ആവുന്നത്. അതിലേക്ക് എല്ലാ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആവശ്യമുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ രാജ്യങ്ങൾക്കും അതിലേക്ക് വോളണ്ടറിലി കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. Then a specific percentage is earmarked for least developed countries and small island developing states. ഇപ്പം ഈ നമ്മൾ പോളിനേഷ്യൻ കൺട്രീസ്, ഈ വനൌട്ടു അങ്ങനെയൊക്കെയുള്ള ഈ പസഫിക് ഓഷ്യനിൽ കാണപ്പെടുന്ന വളരെ ലോ ലൈയിങ് ആയിട്ടുള്ള ഐലൻഡ് നേഷൻസ് ആണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഏറ്റവും കൂടുതൽ
അവരാണ് സഫർ ചെയ്യുന്നത്. കാരണം ഓൾറെഡി അവരുടെ ഈ ഐലൻഡ് എന്ന് പറയുന്നത് വളരെ ലോ ലൈങ് ആയിരിക്കും. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് സീ ലെവൽ റൈസ് ചെയ്യുമ്പോൾ ഈ ഐലൻഡ്സ് സിങ്ക് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സിന് ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് ഇയർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് അഥവാ LND ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ വേറെ വന്നിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് COP28 ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഗ്ലോബൽ റിന്യൂവബിൾസ് ആൻഡ് എനർജി എഫിഷ്യൻസി പ്ലഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതനുസരിച്ച് ഈ ഒരു കൺവെൻഷന്റെ സിഗ്നേറ്ററീസ് ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിരിക്കുകയാണ്. To work together to triple the world's installed renewable energy generation capacity to at least 11,000 gigawatt by 2030. 2030 ആവുമ്പോഴത്തേക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള റിന്യൂവബിൾ എനർജി ജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 11,000 ഗിഗാവാട്ട് എത്തിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്ലെഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഗ്ലോബൽ കൂളിംഗ് പ്ലെഡ്ജ് ആണ്. അതിൽ വരുന്നത് 66ഓളം നാഷണൽ ഗവൺമെന്റ് സിഗ്നേറ്ററീസും 2050 ആവുമ്പോഴത്തേക്കും 2022 കമ്പയർ ചെയ്തുകൊണ്ട് മൊത്തം 68% വരെ കൂളിംഗ് റിലേറ്റഡ് എമിഷൻസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതുമാണ് ഈ ഗ്ലോബൽ കൂളിംഗ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് ഗ്ലോബൽ റിവർ സിറ്റീസ് അലയൻസ് അഥവാ GRCA എന്ന് പറയുന്നത്. ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മിനിസ്ട്രി ഓഫ് ജൽശക്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലെ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. 275ഓളം ഗ്ലോബൽ റിവർ സിറ്റീസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അലയൻസ് ആണിത്. പാർട്ട്ണർ കൺട്രീസ് ഇൻക്ലൂഡ് ഈജിപ്ത്, നെതർലൻഡ്സ്, ഡെൻമാർക്ക്, ഗാന, ഓസ്ട്രേലിയ ആൻഡ് ഭൂട്ടാൻ. അങ്ങനെയുള്ള 275+ റിവർ സിറ്റീസ് ആണ് ഇതിലെ പാർട്ടീസ് ആയിട്ട് വരുന്നത്. സസ്റ്റൈനബിൾ റിവർ സെൻട്രിക് ഡെവലപ്മെന്റും ക്ലൈമറ്റ് റെസിലിയൻസും ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.